ദേവദാരു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികളുടെ മനസ്സിൽ 80കളിൽ ഹിറ്റായ ഈ ഗാനമാണ് കടന്നു വരുന്നത് അല്ലേ. ഹിമാലയൻ താഴ്വാരങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ആ വിശാലമായ വൃക്ഷത്തിനെ ആസ്പദമാക്കിയുള്ള ഒരു ലളിത് നിബന്ധാണ് ദേവദാരു. ഹിന്ദി സാഹിത്യത്തിലെ തന്നെ വളരെ പ്രഗത്ഭനായ എഴുത്തുകാരൻ ഹസാരി പ്രസാദ് ദ്വിവേദി ഈ ഒരു ലളിത് നിബന്ധിൽ ദേവദാരുവിനെ പറ്റി ഒരു റിസർച്ച് പേപ്പർ തന്നെ എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്, ഒരു ഹിസ്റ്റോറിയനാണ്. ഹിന്ദി ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററിനെ പറ്റി ഗഹനമായി അധ്യയനം നടത്തിയൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു നല്ല ക്രിട്ടീക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം വളരെയധികമായത് കാരണം സാധാരണക്കാരായ നമ്മൾക്ക് ഈ നിബന്ധ് അല്പം ക്ലിഷ്ടമായി തോന്നാം. നമ്മൾക്കതുകൊണ്ട് തന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആസ്വദിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെയധികം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന്, ഈ എസ്സേയിൽ നിന്ന് ഇത് ടോട്ടലി ഒറ്റ സ്ട്രെച്ചിലെടുത്താൽ, ഞാനിതിൻ്റെ ഹിന്ദി വീഡിയോസും അതുപോലെയാണ് ഇട്ടിരിക്കുന്നത്, ഇതിൻ്റെ ആ ഒരു സത്ത മനസ്സിലായാൽ മതി. നമ്മളിതിനെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാനിരുന്നാൽ വളരെയധികം ബോറടിക്കും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെയധികം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരാൻ സാധ്യതയുള്ള പോയിൻറ്റ്സിൽ ഊന്നി നിന്നുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിതിൻ്റെ ഹിന്ദി വീഡിയോയും അതുപോലെയാണ് ഇട്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ചാപ്റ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഇട്ടിട്ടില്ല, അത് ബോറടിപ്പിക്കും. നമുക്ക് ഇതിന് വേണ്ട കാര്യങ്ങൾ സ്വീകരിച്ചാൽ മതിയല്ലോ. അപ്പം നമുക്ക് ആ രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാം. അദ്ദേഹം ഈ ഒരു എസ്സേ എഴുതുന്നത് ദേവദാരു വൃക്ഷങ്ങളുടെ ഇടയിലിരുന്നു കൊണ്ടാണ്. ഒരു ഹിമാലയൻ താഴ്വാരങ്ങളിൽ നിറയെ ദേവദാരു വൃക്ഷങ്ങളെ കണ്ടുകൊണ്ട് അതിൻ്റെ ആ ഒരു മനോഹാരിത, അതിൻ്റെ ആ ഒരു വിശാലമായ ആ ഒരു രൂപം വളരെ അടുത്ത് കണ്ടുകൊണ്ട് എഴുതുന്ന ഒരു എസ്സേയാണ്. അപ്പം നമ്മുടെ മലയാളം സിനിമ എങ്ങനെ നീ മറക്കും എന്ന ആ സിനിമയിലെ ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ദേവദാരു പൂത്തലഞ്ഞു. പക്ഷേ അത് മനസ്സിൻ്റെ താഴ്വരയിലാണ്. ദേവദാരു ഒരിക്കലും പൂക്കാറില്ല. ആ ഒരു വൃക്ഷത്തിനെ വളരെ അടുത്ത് കണ്ട് അതിനെ മനസ്സിലാക്കി ആണ് ഹസാരി പ്രസാദ് എഴുതുന്നത്. അദ്ദേഹം പറയാണ്, ജഹാ बैठ कर लिख रहा हूँ वहाँ ऊपर और नीचे पर्वत पृष्ठ पर देवदारू वृक्षों की सोपान परंपरा सी दिख रही है. ഞാൻ എവിടെയാണോ ഇതിരുന്ന് എഴുതുന്നത് അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ദേവദാരു വൃക്ഷങ്ങൾ. कैसी मोहक शोभा है, वृक्ष और भी हैं, लोगों ने नाम भी बताए हैं, पर सब छिप गए हैं. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് മൗണ്ടൻ ഏരിയയിൽ വേറെയും വൃക്ഷങ്ങളുണ്ട്. ദേവദാരു മാത്രമല്ല, ഞാൻ ഇരിക്കുന്നിടത്ത് പല വൃക്ഷങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ ലോക്കൽ ആൾക്കാർ ആ വൃക്ഷങ്ങളുടെ പേരുമൊക്കെ പറഞ്ഞു. പക്ഷേ ദേവദാരുവിനുള്ള ആ ഒരു മനോഹാരിത, അതിൻ്റെ മുമ്പിൽ, അതിൻ്റെ ഒരു ഗ്രേസിൻ്റെ മുമ്പിൽ ബാക്കി വൃക്ഷങ്ങളെല്ലാം നഗണ്യമായി പോയതുപോലെ തോന്നുന്നു. ദിഖ്തേ ഹേ ആകാശ് ചുംബി ദേവദാരു, ऐसा लगता है कि ऊपर वाले देवदारू वृक्षों की फुनगी पर से लुढ़का दिया जाऊं तो फुनगियों पर ही लौटता हुआ हज़ारों फीट नीचे तक जा सकता हूँ अनायास. വളരെ ഹൈറ്റുള്ള വൃക്ഷമാണ് ദേവദാരു. മറ്റാൾക്കാർ, അവിടുത്തെ ലോക്കൽ ആൾക്കാർ വേറെ കുറേ വൃക്ഷങ്ങളുടെ പേര് പറഞ്ഞെങ്കിലും എനിക്ക് കാണാൻ പറ്റുന്നത് ഈ ദേവദാരു വൃക്ഷമാണ് എൻ്റെ കണ്ണിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. വളരെയധികം ഹൈറ്റാണ്. ആകാശ് ചുംബി, ആകാശത്തിനെ ചുംബിക്കാൻ പോകുന്ന പോലെ ഹൈറ്റുള്ള ദേവദാരു വൃക്ഷം. എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോന്നി, എൻ്റെ ദൈവമേ, അതിൻ്റെ മുകളിലത്തെ ആ ഒരു ശിഖരത്തിൽ നിന്ന് എങ്ങാണോ എന്നെ താഴോട്ടിട്ടാൽ मेरी क्या अवस्था होगी. फुनगी पर से अगर मैं लुढ़का दिया जाऊँ तो फुनगियों पर ही लौटता हुआ हज़ारों फीट नीचे तक जा सकता हूँ. ഞാൻ ഉടനെ ഒന്നും താഴെ വീഴില്ല, കാരണം അത്രയ്ക്ക് ഡെൻസാണ് ഇതിൻ്റെ ശിഖരങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ശിഖരങ്ങളിൽ തന്നെ തട്ടി 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 താഴെ വരെ 1000 ഫീറ്റോളം അങ്ങനെ തന്നെ ദേവദാരുവിൻ്റെ ബ്രാഞ്ചസിൽ തട്ടി തട്ടി തന്നെ എനിക്ക് താഴെ വരെ എത്താനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. पर ऐसा लगता भर ही है, भगवान करे कोई सचमुच लुढ़का दे, हड्डी पसली चूर हो जाएगी. പക്ഷേ ഈശ്വര, എങ്ങാണ് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് വീണാൽ എല്ലിൻ്റെ തകിട് പൊടി പോലും കാണില്ല, കാരണം അത്രയ്ക്ക് ഹൈറ്റുള്ളൊരു വൃക്ഷമാണ്. हड्डी पसली चूर हो जाएगी, जो कुछ लगता है वह सचमुच हो जाए तो अनर्थ हो जाए. നമുക്ക് തോന്നുന്നതല്ല, നമുക്ക് മനസ്സിൽ തോന്നുന്നതെല്ലാം സംഭവിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അനർത്ഥമായി തന്നെ സംഭവിക്കും.
അപ്പോൾ അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വൃക്ഷങ്ങളുടെ ഇടയിലിരിക്കുമ്പം ഈ ഒരു പാസേജിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? ആകാശ് ചുംബിയാണ് ദേവദാരു, വളരെ ഹൈറ്റ് ഉള്ളതാണ്. അതുപോലെ ഉസ്കി ശോഭ കേസി ഹെ, മോഹക് ശോഭ ഹെ. മോഹക് എന്ന് വെച്ചാൽ മനസ്സിനെ മോഹിപ്പിക്കുന്ന, മനസ്സങ്ങ് രമിച്ചു പോകുന്ന. അതുകൊണ്ടാണ് മറ്റ് വൃക്ഷങ്ങൾ അനേകം ഇതിൻ്റെ ഇടയ്ക്കുണ്ടെങ്കിലും എനിക്ക് എൻ്റെ കണ്ണിൽ തെളിയുന്നത് ഈ ഒരു ദേവദാരു വൃക്ഷം മാത്രം ആണ്. അവിടെ ആ ദേവദാരു കൂട്ടങ്ങളുടെ ഇടയിലിരുന്ന് അദ്ദേഹം വളരെ കീനായിട്ട് ഒബ്സേർവ് ചെയ്യുകയുണ്ടായി ഓരോ വൃക്ഷങ്ങളെയും. ഇപ്പം എല്ലാം ദേവദാരു തന്നെയാണെങ്കിലും വൃക്ഷങ്ങളെല്ലാത്തിനും വ്യത്യാസമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദേവദാരു വൃക്ഷങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പം എല്ലാവരും ഒരേപോലെയാണ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ വൃക്ഷങ്ങളും ദേവദാരു വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളെല്ലാം ദേവദാരു വൃക്ഷങ്ങളായിരുന്നെങ്കിലും അതിനെല്ലാത്തിനും ഒരു വ്യക്തിത്വം ഉള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഓരോ മനുഷ്യർക്കും ഓരോ വ്യക്തിത്വം ഉള്ളതുപോലെ ഈ ദേവദാരു വൃക്ഷത്തിനും അങ്ങനെ ഒരു പ്രത്യേകത അദ്ദേഹം കണ്ടെത്തി. ദേവദാരു ഭി സബ് ഏക് സെ നഹീ ഹോത്തെ, മേരെ ബിൽക്കുൽ പാസ് മേ ജോ ഹൈ വഹ ജരട്ട് ഭി ഹൈ ഖൂസട്ട് ഭി, ജറാ ഉസ്കെ നീച്ചെ കി ഓർ ജോ ഹൈ വഹ സനക്കി സാ ലഗ്താ ഹൈ. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഇച്ചിരി ജരട്ടാണ്, ഇച്ചിരി മുരടിച്ചതാണ്, ഇച്ചിരി പ്രായം വന്നതാണ്, ഖൂസട്ടാണ്. മറ്റേതാണെങ്കിലോ വഹ് നീച്ചെ കി ഓർ ജോ ഹെ സനക്കി സാ ലഗ്താ ഹെ. സനക്കി എന്ന് വെച്ചാൽ അല്പം ക്രേസി, അപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്, അതൊരു അധികം പ്രായമാകാത്തൊരു വൃക്ഷമാണ്. ഏക് മോട്ടെ രാം ഖഡ് കെ ഏക് പ്രാന്ത് പർ ഉഗേ ഹെ, ആധേ ജമീൻ മേ ആധേ അധർ മേ, ആധാ ഹിസ്സ ഠൂंठ ആധാ ജഗർ മഗർ, സാരേ കുൻബേ കെ പാധ ജാൻ പടുത്തേ ഹെ. അതുപോലെ വേറെ ഒരെണ്ണം പാതി മണ്ണിലും പാതി ഇങ്ങനെ പൊക്കത്തിലും ആയിട്ട് വളർന്നിരിക്കുന്നു. അപ്പോൾ ഈ വൃക്ഷങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ ദേവദാരു വൃക്ഷങ്ങൾ തന്നെ പല കാറ്റഗറി, പല വ്യക്തിത്വം ഉള്ളതുപോലെ ലേഖകന് തോന്നി. ഏക് അൽഹഡ് കിഷോർ ഹെ സദാ ഹസ്താസ, ഒരെണ്ണാണെങ്കിൽ തീരെ ഇളം പ്രായം, കിഷോർ അവസ്ഥയിലാണ്. സദാ ഹസ്താസ കവി ജാസാ ലഗ്താ ഹെ. അതിൻ്റെ ആ ഒരു ദേവദാരുവിൻ്റെ കിഷോരാവസ്ഥയിലുള്ള ആ ദേവദാരുവിൻ്റെ ആ ഒരു ആട്ടവും കാറ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു ഇളക്കവും ഒക്കെ കാണുമ്പോൾ ലഗ്താ ഹെ വോ കവി ഹെ, ജി കർത്താ ഹെ ഇസെ പ്യാർ കിയാ ജായ്. ആ ഒരു കിഷോരാവസ്ഥയിലുള്ള ദേവദാരു വൃക്ഷത്തിനെ അങ്ങ് സ്നേഹിക്കാൻ തോന്നും, അത്രയ്ക്ക് അട്രാക്ഷൻ തോന്നും. പിന്നെ വേറെ ചിലതെന്താ പറഞ്ഞത്, ജരട്ട് ഹെ, ഖൂസട്ട് ഹെ, ഒരുപാട് പ്രായമായ ഒരു, ഇപ്പം മനുഷ്യരിൽ തന്നെ നമ്മൾ കൊച്ചു കുട്ടികളെ നമുക്ക് ഓമനിക്കാൻ തോന്നും, ചില ഒരുപാട് പ്രായമായവരുടെ മുഖത്തൊരു കാർക്കശ്യം തോന്നും. അതുപോലെയാണ് ദേവദാരു വൃക്ഷത്തിൽ അദ്ദേഹം കണ്ടെത്തിയത്. സദാ സെ ऐसा होता आया है, हर देवदारू का अपना व्यक्तित्व होता है, हर देवदारू का अपना व्यक्तित्व होता है. അപ്പം നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ്? ഹരേക് ദേവദാരു കാ അപ്ന വ്യക്തിത്വ ഹോത്താ ഹെ. ആദ്യം നമ്മൾ പറഞ്ഞു ദേവദാരു ആകാശ് ചുംബി ഹെ. ഈ പോയിന്റ്സ് കോർത്തിണക്കി തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ആൻസറും എസ്സേസും എഴുതാം. ഓക്കെ. ഉസ്കി ശോഭ कैसी है, മോഹക് है. और अब क्या कहते हैं, हर एक देवदारू का अपना व्यक्तित्व होता है. कोई किशोरावस्था में होता है जिसे मन करता है कि प्यार किया जाए, സ്നേഹിക്കാൻ തോന്നും, ലാളിക്കാൻ തോന്നും. ചിലത് വളരെ പ്രായമായത്, ചിലർ വളരെ വണ്ണം കൂടുതൽ. അങ്ങനെ ഓരോ ദേവദാരു വൃക്ഷത്തിലും മൈന്യൂട്ടായിട്ട് ഓരോ ഡിഫറൻസ് ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. ഇനി ഈ വൃക്ഷത്തിന് ഈ പേര് ആര് കൊടുത്തു? ഇതെത്ര പഴക്കമുള്ള പേരാണ്? അങ്ങനെ ഈ ഒരു വൃക്ഷത്തിന് ഈ ഒരു പേര് കിട്ടിയതിൽ തന്നെ അദ്ദേഹം വളരെയധികം റിസർച്ച് നടത്തുകയാണ്. എത്ര വർഷമായി കാണും ഈ വൃക്ഷത്തിന് ഇങ്ങനെ ഒരു ദേവദാരു എന്നൊരു പേര് കിട്ടിയത് എന്നൊക്കെ അദ്ദേഹം ഓർക്കുകയാണ്. പതാ നഹി കിസ്നെ ഇസ് പേड़ का नाम देवदारू रख दिया था, नाम निश्चय ही पुराना है, कालिदास से भी पुराना, महाभारत से भी पुराना. ഇത് തീർച്ചയായും വളരെ പഴക്കമുള്ളൊരു പേരാണ്, പണ്ടേ കിട്ടിയൊരു പേരാണ്. മഹാഭാരതത്തിനേക്കാളും പഴക്കം ചെന്നത്, കാളിദാസിനേക്കാളും പഴക്കം ചെന്നത്. സീധേ ഊപ്പർ की ओर उठता है, इतना ऊपर कि पास वाली चोटी के भी ऊपर उठ जाता है, एकदम द्युलोक को भेद करने की लालसा से. ദ്യുലോക്, അപ്പുറത്തെ ലോകം, സ്വർഗത്തെ പോലും അങ്ങ് ചീറി മുറിക്കുന്ന രീതിയിലാണ് ഈ വൃക്ഷം മുകളിലോട്ടിങ്ങനെ പോകുന്നത്. ഈ പേര് തീർച്ചയായും വളരെയധികം പഴക്കം ചെന്ന പണ്ടേ ഇതിന് കിട്ടിയ ഒരു പേരാണ്.
और उसकी शाखाएं नीचे मर्त्यलोक को अभयदान देने की मुद्रा में फैलती चली जाती है, मानो कह रही हो ഭയ नहीं मैं जो हूँ. ഇതിൻ്റെ ശിഖരങ്ങളാണെങ്കിലോ, ഇതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ വളരെ ഡെൻസായിട്ട് ഇങ്ങനെ വിടർന്നിരിക്കുന്ന കണ്ടാൽ താഴെ മനുഷ്യർക്ക് നിങ്ങളൊന്നും കൊണ്ടും ഭയക്കണ്ട, ഞാനുണ്ടല്ലോ എന്ന രീതിയിൽ ശിഖരങ്ങൾ ഇങ്ങനെ നമ്മളെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത്. प्रत्येक शाखा की झबरीली टहनियाँ कंटीले पत्तों के ऐसे लहरदार छंदों का वितान तानती है कि छाया ചേരി സി അനുഗമൻ കർത്തി ഹെ. ഈ വൃക്ഷങ്ങളുടെ ഈ ബ്രാഞ്ചസ് ഒക്കെ വളരെ ഡെൻസാണ്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ്, ഛായ, നാച്ചുറലി ഈ വൃക്ഷങ്ങളുടെ താഴെ നിന്നാൽ വാസ്തവത്തിൽ സൂര്യപ്രകാശം പോലും എത്തില്ല. കാരണം അത്രയ്ക്ക് ഡെൻസ് ബ്രാഞ്ചസ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഷെയ്ഡ്, അതിൻ്റെ ഛായ അത് നാച്ചുറലി അതിനെ അനുഗമിക്കുന്ന പോലെ തോന്നും, ആ വൃക്ഷത്തിനെ അനുഗമിക്കുന്ന പോലെ തോന്നും. ഈ ഒരു വൃക്ഷത്തിന് ഈ ഒരു പേര് കിട്ടിയതിനെ പറ്റി അദ്ദേഹം പറയാണ്, മുംകിൻ ഹൈ ഇസ്കാ പുരാന നാം ദേവതരു ഹോ. ഇതൊരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. ദേവദാരു കാ പുരാന നാം എന്തായിരുന്നു എന്നുള്ളത്. ഇതൊരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. ദേവദാരുവിൻ്റെ പഴയ പേര് എന്താണെന്നുള്ളതാണ്. പുരാന നാം ദേവതരു ഹോ സക്താ ഹൈ, ദേവതാ കാ തരു നഹി, ദേവതാ ഭി ഓർ തരു ഭി. ദേവതരു എന്ന് ഉദ്ദേശിക്കുന്നത് ദേവതയുടെ തരുവല്ല, പക്ഷേ അത് ദേവതയും തരുവും രണ്ടും ഒരുപോലെയാണ്. ദേവ് ഹോക്കർ വഹ ഛന്ദ ഹെ, തരു ഹോക്കർ അർത്ഥ ഹെ. ഈ ഒരു വൃക്ഷത്തിന് ഈ ഒരു പേര് എങ്ങനെ കിട്ടി എന്നതിനെ പറ്റി അദ്ദേഹം പറയാണ്, മുംകിൻ ഹെ ഇസ്കാ പുരാന നാം ദേവ് തരു ഹോ. ഇതിനൊരു പക്ഷേ ഇതിൻ്റെ പഴയ പേര് ദേവതരു എന്ന് ആയിരിക്കാം. ദേവതാ കാ തരു നഹി, ദേവതാ ഭി ഓർ തരു ഭി. ഇതൊരു പ്രോബബിൾ ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാം കേട്ടോ. ദേവദാരു കാ പുരാന നാം. ദേവ ഹോക്കർ വ ഛന്ദ ഹെ, തരു ഹോക്കർ അർത്ഥ ഹെ. അപ്പോൾ ദേവതരു ആയിരിക്കാം ഈ വൃക്ഷത്തിൻ്റെ പഴയ പേര്. ഏതായാലും കൊള്ളാം, ഈ വൃക്ഷത്തിന് ഈ പേര് വളരെയധികം മുമ്പേ കിട്ടിയിരിക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, തീർച്ചയായും ഈ ലോകത്ത് പല വൃക്ഷങ്ങളുണ്ട് ഇല്ലേ. മാവുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ ഹിന്ദിയിലാണെങ്കിൽ ഇപ്പോൾ ആം കാ പേട്, ഇംലി കാ പേട്, കട്ടഹൽ കാ പേട്, നീം കാ പേട്, അങ്ങനെ പല വൃക്ഷങ്ങളുണ്ട്. പക്ഷേ ആ വൃക്ഷങ്ങൾക്കൊന്നുമില്ലാത്ത, ആ വൃക്ഷങ്ങളുടെ പേരിന് ഇത്രയും ഭംഗിയില്ല. ദേവദാരു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ആസ്വാദനമാണ് ആ പേരിൽ തന്നെ. അപ്പോൾ ഈ പേരിട്ടിരിക്കുന്ന വ്യക്തി തീർച്ചയായും ഒരു കവിഹൃദയനായിരിക്കാം പണ്ട് ഈ പേര് ഇട്ടത് എന്ന് ഹസാരി പ്രസാദ് ദ്വിവേദിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത്, എഴുത്തുകാർക്ക് അല്ലെങ്കിൽ കവികൾക്ക് തോന്നുന്നത് നമുക്ക് സാധാരണ വ്യക്തികൾക്ക് തോന്നുന്ന പോലെയല്ല. പ്രത്യേക് വ്യക്തിക്ക് मन में कुछ न कुछ लगता ही रहता है. मज़ेदार बात यह है कि व्यक्ति का लगना अलग अलग होता है. ഓരോ വ്യക്തിക്കും തോന്നുന്ന രീതി, നമ്മളൊരു കാര്യം കാണുമ്പോൾ, നമ്മളൊരു കാഴ്ച കാണുമ്പോൾ നമുക്ക് തോന്നുന്ന പോലെയല്ല കവികൾ അതിനെ എത്ര മനോഹരമായിട്ട് വർണ്ണിക്കുന്നു ഇല്ലേ. ഒരേ കാഴ്ചയാണ് നമ്മൾ രണ്ടുപേരും കാണുന്നത്, പക്ഷേ കവി ഹൃദയമുള്ളവർ അതിനെ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കും. അപ്പോൾ ഈ ലഗ്ന മീൻസ് ഓരോ വ്യക്തിക്കും തോന്നുന്നത് അലഗ് അലഗ് ഹോത്താ ഹെ. അലഗ് അർത്ഥാത് ജോ ന ലगे, लगता है पर नहीं लगता. यह भी कोई तुक की बात हुई. जिसने इस पेड़ का नाम देवदारू दिया था उसे क्या लगा था कह नहीं सकता. बात औरों को भी कमोबेश लगी होगी, തഭി സബ്നെ മാൻ ലിയ. ഈ ഒരു വൃക്ഷത്തിന് ദേവദാരു എന്ന പേര് കൊടുത്ത ആ ഒരു വ്യക്തിയുടെ ആ ഒരു കഴിവ് തന്നെ ആകാം അയാൾ ആ പേര് കൊടുത്തതും. ഉസ്കാ ലഗ്ന, അയാൾക്ക് തോന്നിയത് സബ്കോ ലഗ്യ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇതിനെ ദേവദാരു എന്ന് വിളിക്കാൻ തുടങ്ങിയത്. സബ്നെ മാൻ ലിയ, അതാണ് ആ ഒരു എഴുത്തുകാരുടെ ഒരു കഴിവ്, കവി ഹൃദയമുള്ളവരുടെ ഒരു കഴിവ്. ജോ സബ്കോ ലഗെ സോ അർത്ത്, ഏക് കോ ലഗെ ബാക്കി കോ ന ലഗെ തോ അനർത്ത്. ഒരാൾക്ക് തോന്നുകയും അത് എല്ലാവരോടും മെജോറിറ്റി ആൾക്കാർക്കും അതേപോലെ ഫീൽ ചെയ്യുകയും ചെയ്താൽ അതിൽ അർത്ഥമുണ്ട്. അല്ലാതെ ഒരാൾക്ക് തോന്നുന്നത് നമുക്കതിനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് അനർത്ഥമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ഫാക്റ്റിനെ, എന്ന് വെച്ചാൽ കവികൾ പറയുന്നത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ അദ്ദേഹം ഒരു ഉദാഹരണം സഹിതം പറയാണ്. ബിഹാരി എന്ന് പറഞ്ഞ ഒരു രീതികാലീൻ പോയിട്ടാണ് ഹിന്ദി സാഹിത്യത്തിലെ. അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ ശലകം കോട്ട് ചെയ്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്നുവെച്ചാൽ അദ്ദേഹം പറയുകയുണ്ടായി,
बात इतनी सी ही थी कि कोई विरह की मारी स्त्री कह रही है कि मैं ही पागल हो गई हूँ या सारा गांव ही पागल हो गया है, क्या समझकर ये लोग चांद को ठंडी किरण वाला कहते हैं. ബിഹാരിയുടെ ആ കവിതയിലെ ആ ഒരു സെൻറ്റൻസ് അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത്, ഈ സെൻറ്റൻസാണ് അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത്. കഹാ ജാനെ യെ കഹത്ത് ഹേ സസിഹി സീത് കർ ഗാവ്. ഇവരെന്താ ഈ പറയുന്നത്? കഹാ ജാനെ യെ കഹത്ത് ഹേ, സസി സസി ചന്ദ്രൻ, सीत शीतल, गांव गांव वाले कह रहे हैं कि चंद्रमा की जो किरणें हैं वो उन्हें शीतलता प्रदान कर रही है. ഈ ഗ്രാമവാസികൾ എന്താ പറയുന്നത്? ഈ ചന്ദ്രൻ്റെ ഈ ഒരു നിലാവിൻ്റെ വെളിച്ചത്തിലും നിലാവും ചന്ദ്രൻ്റെ ആ ഒരു കുളിർമ ഇവർക്ക് കിട്ടുന്നു എന്ന് പറയുന്നു. പക്ഷേ എനിക്കതൊന്നും ഫീല് ചെയ്യുന്നില്ല. നമ്മുടെ ടെക്സ്റ്റിൽ അവിടെ ഒരു ടൈപ്പോ എററുണ്ട്. സസിഹി സീത്ത് കർ നാവ് എന്നാണ്, നാവല്ല, അത് ഗാവാണ്, ടൈപ്പോ എററാണ്. എല്ലാവരും ഈ ചന്ദ്രൻ്റെ നിലാവുള്ള വെളിച്ചം വളരെ കുളിർമയേകുന്നു എന്ന് പറയുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ ഇതങ്ങ് ചൂടായിട്ട് അനുഭവപ്പെടുന്നു. കാരണം അവൾ വിരഹവേദന അനുഭവിക്കുന്ന ഒരു നായികയാണ്. പ്രിയതമൻ അടുത്തില്ലാത്തത് കാരണം ആ നായിക വിരഹത്തിൽ വിഷമിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് ഈ ഒരു ചന്ദ്രൻ്റെ നിലാവൊന്നും ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥ അല്ല. അപ്പം ബിഹാരി ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ഉൾക്കൊണ്ട്. കാരണം ബിഹാരി കാ ലഗ്ന സബ്കോ ലഗ്നേക്ക് സമാൻ ഹെ. അത് കവി വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചപ്പോൾ കേട്ട് നിന്ന എല്ലാവരും എന്താണ് പറഞ്ഞത്? ഹായ് ഹായ് कैसी विरह वेदना है कि उस सुकुमार बालिका को चांद भी गरम मालूम पड़ता है. हृदय के भीतर जलने वाली विरहाग्नि ने उसे किसी काम का नहीं छोड़ा. हे भगवान, तुम ऐसा कुछ नहीं कर सकते कि सारे गांव के समान इस बालिका को भी चंद्रमा उतना ही शीतल लगे जितना औरों को लगता है. അപ്പം ബിഹാരി ഈ ഒരു കാര്യം തൻ്റെ കവിതാശലകത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ അത് എല്ലാവർക്കും അത് വളരെ ആ സെൻസിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുകയും എല്ലാവർക്കും ആ വിരഹിണിയോട് ഒരു സഹതാപം തോന്നുകയും ചെയ്തു. പക്ഷേ ഇതേ കാര്യം ഒരു സാധാരണ മനുഷ്യരായ നമ്മളാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാരെന്ത് പറഞ്ഞേനെ? വിരഹ കി മാരി महिला का दिमाग बिगड़ गया है, जो सबको ठंडा लग रहा है उसे वह दाहक मान रही है, पागलपन ही तो है. നമ്മളെപ്പോലുള്ളൊരു വ്യക്തി അത് പറഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാരിങ്ങനെ പറഞ്ഞേനെ, അവൾക്ക് വട്ടാണ്. നമുക്കെല്ലാവർക്കും നല്ല തണുപ്പ് തോന്നുന്ന സമയത്ത് അവൾക്ക് മാത്രം എന്താ ഇങ്ങനെ തോന്നുന്നത്? അപ്പോൾ ഇത് ഇവിടെ കോട്ട് ചെയ്യാൻ കാരണം, ബിഹാരി എന്ന പോയറ്റിൻ്റെ ആ ഒരു കാര്യം ഇവിടെ പറയാൻ കാരണം എന്താണ്? ജിസ്കാ ലഗ്ന സബ്കോ ലഗെ വഹ കവി ഹെ, ജിസ്കാ ലഗ്ന സിർഫ് ഉസേ ഹി ലഗെ ഓറോ കോ നഹി വഹ പാഗൽ. ജിസ്കാ ലഗ്ന, ഒരാൾക്ക് എന്തെങ്കിലും തോന്നുകയും അതുമായിട്ട് എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും സമരസത അല്ലെങ്കിൽ ഒരു താതാത്മ്യം പ്രാപിക്കാൻ പറ്റുകയാണെങ്കിൽ ആ വ്യക്തി ഒരു കവിഹൃദയനാണ്. അല്ല എങ്കിൽ ജിസ്കാ ലഗ്ന സിർഫ് ഉസേ ഹി ലഗെ, നമ്മളെന്തെങ്കിലും പറഞ്ഞു അത് നമുക്ക് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളെങ്കിൽ വോ പാഗൽപൻ ഹെ. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? ബിഹാരിയുടെ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എന്താണ്? ദേവദാരുവിന് ആ ഒരു പേര് കൊടുത്ത വ്യക്തി തീർച്ചയായും ഒരു കവിഹൃദയനായുള്ളൊരു വ്യക്തിയായിരിക്കും. ഈ പേര് ദേവദാരുവിന് മഹാഭാരതത്തിനേക്കാളും മുമ്പേ കിട്ടിയതാണ്, തീർച്ചയാണ്. ഈ പേര് ഒരു കവിഹൃദയൻ തന്നതുകൊണ്ടാണ് എല്ലാവർക്കും വളരെ പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. ക്യോങ്കി കവി കാ ലഗ്ന सबको लगने के समान है और सबको लगने का मतलब उस लगने में अर्थ है. ഓക്കെ, ഈ ദേവദാരു വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളും അതിൻ്റെ കമ്പുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ എഴുത്തുകാരൻ്റെ ബാല്യകാല സ്മരണകൾ കുറച്ചിതിൽ പറയുന്നുണ്ട്. അവരുടെ ഗ്രാമത്തിൽ ഈ പ്രേതങ്ങളെ ഓടിക്കാൻ ദേവദാരു വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളായിരുന്നു പണ്ഡിതർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയതയും അതിൻ്റെ ആ ഒരു രസകരമായ അനുഭവവും ആക്ച്വലി അതിൻ്റെ പിന്നിൽ എന്തൊക്കെ വാസ്തവികത ഉണ്ടെന്നും അതെല്ലാം ഈ എസ്സേയിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട്. അതാണ് ഈ ഒരു ലളിത് നിബന്ധിൻ്റെ ഒരു പ്രത്യേകത. ലളിത് നിബന്ധം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പിടിച്ച് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൽ ആസ്വാദനവും ഉണ്ട്, ഒപ്പം അറിവുമുണ്ട്. അപ്പോൾ ഈ ഒരു ദേവദാരു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ എങ്ങനെയാണ്? ദേവദാരു നാം കേവൽ നാം ഹി നഹീ ഹൈ, मैंने अपने गांव के एक महान भूत भगवान ओझा को देवदारू की लकड़ी से भूत भगाते देखा है. आजकल के शिक्षित लोग भूत में विश्वास नहीं करते, वे भूत को मन का वहम मानते हैं.
पर गांव में भूत लगते मैंने देखा है. ഇന്നത്തെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൊന്നും പ്രേതമുണ്ട്, ഗോസ്റ്റ് ഉണ്ടെന്നൊക്കെ വിശ്വസിക്കില്ലായിരിക്കും. പക്ഷേ മേനെ ഗാവ്മേ ഭൂത് ലഗത്തെ ദേഖാ ഹെ, പക്ഷെ ഞാൻ എൻ്റെ ബാല്യകാലത്ത് ഗ്രാമങ്ങളിൽ പ്രേതങ്ങൾ വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഭൂത് ഭഗാത്തെ ഭി ദേഖാ ഹെ, അതുപോലെ പ്രേതങ്ങളെ അടിച്ചോടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സബ് ലഗാ ലഗി വഹം ഹി ഹോത്താ ഹോഗ ആഖോं को भी. അതൊരു എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത്, ഹമാരെ ഗാവ് മേ ഏക് പണ്ഡിറ്റ് ജി थे, अपने को महाविद्वान मानते थे, വിദ്യ ഉൻകെ മുഹ് സേ ഫച്ചാഫച്ച് നിക്ലാ കർത്തി ഥി. ഞങ്ങളുടെ അവിടെ ഒരു പണ്ഡിറ്റ്ജി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ബ്രാഹ്മണൻ പണ്ഡിറ്റ്ജി ആയിരുന്നു. മഹാവിദ്വാൻ മാൻതേ ഥേ. അപ്പോൾ ഇതിലെല്ലാം വ്യംഗ്യമാണ് കേട്ടോ, കളിയാക്കി പറയാണ്. അദ്ദേഹം സ്വയം വലിയ മഹാവിദ്വാനാണെന്ന് അങ്ങ് വിശ്വസിച്ചിരിക്കുന്ന ഒരു പണ്ഡിറ്റ്ജി. വിദ്യ ഉൻകെ മുഹ് സേ ഫച്ചാഫച്ച് നിക്ലാ കർത്തി ഥി. അറിവ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഘോരഘോരമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. ശാസ്ത്രാർത്ഥ മേ വെ ബഡേ ബഡേ ദിഗ്ഗജോं को ഹരാ ദേത്തെ थे. ശാസ്ത്രം അതിനെപ്പറ്റി തർക്കിക്കുമ്പോൾ, അതിൻ്റെ ഈ ഒരു അറിവ് പരീക്ഷിക്കുന്ന വേദികളിലെല്ലാം ബഡേ ബഡേ ദിഗ്ഗജോं को വെ ഹരാ ദേത്തെ थे, വലിയ വലിയ പണ്ഡിതന്മാരെ അദ്ദേഹം തോൽപ്പിക്കുമായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഈ ഒരു പണ്ഡിതൻ. വിദ്യാ കെ സോർ സെ നഹി ഫച്ച് ഫച്ചാഹട്ട് കെ ആഘാത് സെ. അദ്ദേഹത്തിൻ്റെ അറിവ് കൊണ്ടല്ല അദ്ദേഹം മറ്റ് വിദ്വാൻകളെ തോൽപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫച്ച് ഫച്ചാഹട്ട് എന്ന് വെച്ചാൽ വാക്ചാതുര്യം കൊണ്ട്. ചിലരുണ്ടല്ലോ അറിവ് കുറവായിരിക്കും, പക്ഷേ വാക്ചാതുര്യം കൊണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാം വാ അടയ്ക്കുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ചിലരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഉദാഹരണമായിട്ടാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു പണ്ഡിതൻ്റെ കഥ ഞാൻ പറയാൻ പോകുന്നത്. പ്രതിപക്ഷി മുഹ് പോച്ച്താ ഹുവാ ഭാഗ്താ ഥാ. ഒപ്പോണൻസ്, പ്രതിപക്ഷി. അപ്പോൾ ഈ ഒരു തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ, ഡിബേറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ഒപ്പോണൻസ്, ഈ പണ്ഡിറ്റ്ജിയുടെ ഒപ്പോണൻസ് എല്ലാം വായും തുടച്ച് ഓടുമായിരുന്നു, മുഖം തുടച്ച് ഓടുമായിരുന്നു. കാരണം അവർക്ക് അത്രയ്ക്ക് വാക്ചാതുര്യമായിരുന്നു ഈ പണ്ഡിറ്റ്ജിക്ക്. അഗർ കുച്ച് കേടേ കാ ഹുവാ തോ ദൈഹിക് ബൽ സെ ജയ പരാജയ കാ നിശ്ചയ ഹോത്താ ഥാ. ഇനിയും ഇയാളുടെ വാക്ചാതുര്യം കൊണ്ട് ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇയാളുടെ ആൾബലം കൊണ്ട് ഇയാൾ ആൾക്കാരെ തോൽപ്പിക്കുമായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ഗുണ്ടകൾ തൊട്ടടുത്ത് നിൽക്കുമായിരുന്നു. മേരെ സാമനെ ഹി ഏക് ബാർ ഖാസി ഗുത്തം ഗുത്ത ഹോ ഗയി. गांव ज्वार के लोगों को पंडित जी की विद्या पर भरोसा नहीं था, पर उनकी फचाफच वाणी और भीम काया पर विश्वास अवश्य था. ശാസ്ത്രാർത്ഥ മേ പണ്ഡിറ്റ് ജി കഭി ഹാരേ നഹി ഹെ. ഒരിക്കൽ ഞാൻ ഇങ്ങനെ കണ്ടതാണ്, ഇയാൾ ഇങ്ങനെ ഡിബേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് ഇയാൾക്ക് ദേഷ്യം വരുമ്പോൾ ഇയാളുടെ വാക്ചാതുര്യം കൊണ്ട് തന്നെ ഇയാൾ എല്ലാവരെയും തോൽപ്പിക്കും. പക്ഷേ എങ്ങാണം ഇയാൾക്കത് പറ്റിയില്ലെങ്കിൽ പിന്നെ ഇയാളുടെ ആൾബലം ഉപയോഗിക്കും. കം ലോഗ് ജാൻതേ ഹെ കി ശാസ്ത്രാർത്ഥ മേ കോയി ഹാർത്താ നഹി, ഹരായാ ജാത്താ ഹെ. വളരെ ചുരുങ്ങിയ ആൾക്കാർക്കേ അറിയുള്ളൂ ഇങ്ങനത്തെ അറിവിൻ്റെ കാര്യത്തിലൊക്കെ തർക്കിക്കുമ്പോൾ, ഡിബേറ്റൊക്കെ നടത്തുമ്പോൾ ആരും വാസ്തവത്തിൽ തോൽക്കുന്നതല്ല. കാരണം അറിവുള്ള വ്യക്തികളാണല്ലോ ഇങ്ങനെ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത്. എന്തെങ്കിലും എഴുത്തും വായന ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ തർക്കങ്ങളിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ, ഇല്ലേ? ഡിബേറ്റ് പോകണമെങ്കിൽ നമുക്ക് ആ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും അറിയണം. അപ്പം യൂഷ്വലി ശാസ്ത്രാർത്ഥമേ കോയി ഹാർത്താ നഹി ഹെ, ഹരായ ജാത്ത ഹെ. നമ്മളെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്, അത് പലർക്കും അറിയില്ല. पंडित जी के यजमान जम के उनके पीछे लाठी लेकर खड़े हो जाते थे तो उनकी विजय निश्चित हो जाती थी. पंडित जी केवल बड़े दिग्गज विद्वानों को ही नहीं, आसपास के भूतों को भी पराजित करने में अपना प्रतिद्वंदी नहीं जानते थे. അപ്പോൾ പണ്ഡിറ്റ് ജി അങ്ങോട്ട് ഡിബേറ്റിംഗ് നടത്തുമ്പോൾ, തർക്കിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെഹൽവാന്മാരും തൊട്ടടുത്ത് നിൽക്കും. അപ്പോൾ അയാളുടെ ആൾബലം കണ്ട് തന്നെ എല്ലാവർക്കും പണ്ഡിറ്റ് ജിയെ എതിർത്ത് പറയാൻ പേടിയായിരുന്നു. എന്ന് മാത്രമല്ല ഇയാൾക്ക് പ്രേതങ്ങളെ ഓടിക്കാനുള്ളൊരു കഴിവും ഉണ്ടായിരുന്നു. गायत्री का मंत्र जो उनके मुंह से आल्हा जैसा सुनाई देता था और देवदारू की लकड़ी उनके अस्त्र थे. അപ്പോൾ ഇവിടെയാണ് കാര്യത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദേവദാരുവിൻ്റെ ഏതെങ്കിലും ചെറിയ ശിഖരം അയാൾ കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു. എന്നിട്ട് ഗായത്രി മന്ത്രം അയാൾക്ക് അറിയാം, അയാൾ ബ്രാഹ്മണനാണ്, അയാൾക്ക് ഗായത്രി മന്ത്രം വളരെ നല്ലപോലെ അറിയാം. ഏക് ബാർ വേ ബഗീചെ സെ ഗുസർ രഹേ ഥേ, ഘോർ അന്ധകാർ ഭയങ്കർ സുൻസാൻ. ഒരിക്കൽ അയാളിങ്ങനെ ഒരു ഗാർഡനിലൂടെ ഇങ്ങനെ ഇരുട്ട് സമയത്ത് നടന്നു പോവുമായിരുന്നു, ഒരു ബഗീച്ചയിലൂടെ. तो वहाँ क्या था? घोर अंधकार था, കൂരാകൂർ ഇരുട്ട്, ഭയങ്കർ സുൻസാൻ, ആരുമില്ല, ആരുടെ അനക്കോ ആവിയില്ല. क्या देखते हैं कि आगे दनादन ढेले गिर रहे हैं. पंडित जी का अनुभवी मन तुरंत ताड़ गया कि दाल में कुछ काला है.
അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ ഉരുണ്ട പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ ആരോ ഇടുന്ന പോലെ, ഢേലെ അല്ലെ കല്ലാകാം, എടുത്തെറിയുന്ന പോലെ. അപ്പോൾ ആരുമില്ലാത്തൊരു പ്രദേശത്ത് ഇരുട്ട് സമയം, രാത്രി സമയം, മനുഷ്യ ഇത്നി തേജി സെ ढेले नहीं फेंक सकता, पंडित जी डरने वाले नहीं थे, പീछേ മുടുക്കർ ലൽക്കാര. അപ്പം മനുഷ്യർക്ക് ഇത്രയും സ്പീഡിൽ ഢേല എറിയാനുള്ള കഴിവില്ല എന്ന് പണ്ഡിറ്റ്ജിക്ക് അറിയാം. അയാൾ അങ്ങോട്ട് നിന്നിട്ട് ചോദിച്ചു, അരേ കേവൻ ഹേ എന്നുവെച്ചാൽ എന്താണ്, ആരടാ? പീछേ മുട്കട്ട ഘോഡേ പർ ചടാ ചലാ ആ റഹാ ഥാ ടപ് ടപ് ടപ്. അപ്പം നോക്കിയേ, ഒരു കുതിരപ്പുറത്ത് ഒരു മുട്കട്ട എന്ന് വെച്ചാൽ ശിരസില്ലാത്ത ഒരു പ്രേതം. അപ്പോൾ പ്രേതങ്ങൾക്ക് തന്നെ പല കാറ്റഗറി ഉണ്ടെന്നാണ് ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത്. यहाँ पाठकों की जानकारी के लिए बता दूं कि एक बार मैंने अपने गांव में भूतों के जाति भेद की जांच की थी. ഇപ്പോൾ കളിയാക്കി പറയാം കേട്ടോ, നമ്മുടെ രാജ്യത്ത് ജാതി വ്യവസ്ഥ, ഇപ്പോൾ കാസ്റ്റ് കാറ്റഗറി എടുത്താൽ അറിയാം, നമ്മൾ കേൾക്കാത്ത തന്നെ അത്രയും കാറ്റഗറി ഉണ്ട് അല്ലേ, കാസ്റ്റുകൾ തന്നെ പലതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രേതങ്ങൾക്കും ഉണ്ട് കാസ്റ്റ് എന്നാണ് പറയുന്നത്. കേവൽ 23 കിസ്മക്കെ 33 വെറൈറ്റി പ്രേതങ്ങളുണ്ടെന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. मुड़कट्टा एक भूत ही है, मूड नहीं है, छाती पर 2 आँखें मशाल की तरह जलती रहती है. ഈ മുടുക്കട്ടായും അതേപോലത്തെ ഒരു കാറ്റഗറി, ഈ 33 കാറ്റഗറിയിൽ ഒരു പ്രേതമാണ്. അതിന് ശിരസില്ല, നെഞ്ചിൽ ഇങ്ങനെ 2 കണ്ണിങ്ങനെ ജ്വലിച്ചുകൊണ്ടേ ഇരിക്കും. ഛാത്തി പർ 2 ആँखें മഷാൽ കി തറ ജൽത്തി രഹത്തി. മഷാൽ ഈ പന്തം, തീപ്പന്തം കത്തുന്ന പോലെ നെഞ്ചത്ത് 2 കണ്ണുകൾ ഇങ്ങനെ കത്തും. ശിരസില്ല, എന്നിട്ട് ഇരുട്ടത്ത് ഇങ്ങനെ വരും. അപ്പം നാച്ചുറലി കുതിരപ്പുറത്ത് വരും, എല്ലാവരും പേടിച്ചു പോകും. ഡർനെ വാല കോയി ഓർ ഹോത്താ ഹെ, പണ്ഡിറ്റ് ജി നെ ജൂता उतार दिया, वह गायत्री मंत्र के पाठ में बाधक था. പണ്ഡിറ്റ് ജി പെട്ടെന്ന് ആ കാലിലുള്ള ഷൂ അങ്ങ് ഊരി, കാരണം ഗായത്രി മന്ത്രം ചൊല്ലുമ്പം ചെരുപ്പൊന്നും ഇടാൻ പാടില്ല. झमाझम गायत्री मंत्र पढ़ने लगे, देवदारू की लकड़ी मुट्ठी में थी, दे रद्दे पर रद्दा. എന്നിട്ട് എന്താണ്, ഗായത്രി മന്ത്രം അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. കയ്യിൽ അദ്ദേഹത്തിന് ദേവദാരുവിൻ്റെ ആ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങ് ആ മുട്ട്കട്ടേനെ നല്ലപോലെ അങ്ങ് കൊടുത്തു. ബിച്ചാര മുട്ട്കട്ട ത്രാഹി ത്രാഹി കറുഠ, അബ് കി ബാർ ഛോഡ് ദോ പണ്ഡിറ്റ് ജി പെഹചാൻ നഹി സകാ ഥാ. അപ്പോൾ ആ മുട്ട്കട്ട, ആ പ്രേതം പെട്ടെന്ന്, അയ്യോ എന്നെ ഒന്ന് പണ്ഡിറ്റ്ജി എന്നെ ഈ പ്രാവശ്യം ഒന്ന് രക്ഷിക്കണേ, എന്നെ ഒന്നും ചെയ്യല്ലേ, മേ പെഹചാൻ നഹി സകാ ഥാ, എനിക്ക് അറിഞ്ഞില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു താങ്കളാണ് വന്നതെന്ന്. अब फिर यह गलती नहीं होगी, आज मैं तुम्हारा गुलाम हुआ. ഇനി തൊട്ട് മേലെ ഞാൻ ഈ ഒരു കുറ്റം ചെയ്യില്ല, താങ്കളെ പേടിപ്പിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ വരില്ല. ആജ് സെ മേ തുമ്ഹാര ഗുലാം ഹുവ, ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളുടെ അടിമയാണ്. പണ്ഡിറ്റ് ജി കാ ബ്രാഹ്മൺ മൻ പസീജ് ഗയാ, നഹി തോ യഹ സാരേ ഗാവ് ജവാർ കാ കണ്ടക് സമാപ്ത് ഹോ ഗയാ ഹോത്താ. അന്ന് പണ്ഡിറ്റ് ജി ക്ഷമിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അന്ന് പണ്ഡിറ്റ് ജി ആ മുട്ട്കട്ടനെ കൊന്നിരുന്നെങ്കിൽ ഒരു ടൈപ്പ് പ്രേതം അങ്ങ് തീർന്നേനെ, അവൻ്റെ അന്ത്യമായിരുന്നേനെ. मैंने यह कहानी स्वयं पंडित जी के मुँह से सुनी थी. अविश्वास करने का कोई उपाय नहीं था, फर्स्ट हैंड इन्फॉर्मेशन था. ഞാൻ ഈ കഥ ആരുടെ വായിൽ നിന്നാണ് കേട്ടത്? സ്വയം പണ്ഡിറ്റ് ജി പറയുന്നതാണ് കേട്ടത്. എനിക്ക് അവിശ്വസിക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല, കളിയാക്കി പറയാട്ടോ. കാരണം പണ്ഡിറ്റ് ജി ഒരു മുട്ട്കട്ട എന്ന പ്രേതത്തിനെ സ്വയം ഗായത്രി മന്ത്രവും ദേവദാരുവിൻ്റെ ഈ ഒരു വടിയും കൊണ്ട് കീഴ്പ്പെടുത്തി എന്ന് അയാൾ തന്നെ അയാൾ തന്നെ പൊങ്ങച്ചം പറയുന്നത്, അയാൾ തന്നെ തള്ളുകയാണ്. എന്നിട്ട് അതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയത് കാരണം ആരും അത് അവിശ്വസിക്കുന്നും ഇല്ല. ഉസ് ദിൻ മേരെ ബാൽ ചിത്ത് പർ ദേവദാരു കി ധാക് ജം ഗയി ഥി, അബ് ഭി ക്യാ ദൂർ ഹുയി ഹെ. അന്ന് തൊട്ട് എനിക്ക് ഞാനിത് കൊച്ചു കുട്ടിയായിരുന്നപ്പം കേട്ടതാണ്, പണ്ഡിറ്റ് ജി പറയുന്ന കേട്ടതാണ്. ഒരു ദേവദാരുവിൻ്റെ ഒരു ശിഖരം കൊണ്ട് പ്രേതത്തിനെ വരെ ഓടിക്കാം. അപ്പോൾ ആ ദേവദാരുവിൻ്റെ ശിഖരത്തിന് എത്രമാത്രം പവർ ഉണ്ടെന്നുള്ളത് എൻ്റെ ആ ഒരു കൊച്ചിളം മനസ്സിൽ ആ ഒരു കാര്യം അങ്ങ് ഇരുന്ന് പോയി. അത് ഞാൻ ഇത്രയും വലുതായതിനു ശേഷവും ആ ദേവദാരു വൃക്ഷൻ്റെ ആ ഒരു പവർ എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. അബ് ഭി ക്യാ ദൂർ ഹുയി ഹെ, ഇപ്പോഴും ആ ഒരു പവർ എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ആജ് ദേവദാരു കെ ജംഗൽ മേ ബൈഠാ ഹൂം, ഇന്ന് ഞാൻ വലുതായതിനു ശേഷം ഈ ദേവദാരു വൃക്ഷങ്ങളുടെ ഒരു കൂട്ടത്തിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. ലാഖ് ലാഖ് മുട്ട്കട്ടോं को ഗുലാം ബനാ സക്താ ഹൂം. ഒരു ചെറിയ ശിഖരം കൊണ്ട്, ദേവദാരുവിൻ്റെ ഒരു ശിഖരം കൊണ്ട് ആ പണ്ഡിറ്റ്ജിക്ക് ഒരു പ്രേതത്തിനെ ഓടിക്കാമെങ്കിൽ ഞാൻ ഇന്ന് ദേവദാരു വൃക്ഷങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഇടയ്ക്കിരിക്കുകയാണ്.
मैं लाख लाख മുടുക്കട്ടോं को ഗുലാം ബനാ സക്താ ഹൂം. ലക്ഷക്കണക്കിന് ഇതുപോലത്തെ മുടുക്കട്ട ശിരസില്ലാത്തവരെ ഞാൻ ഗുലാമാക്കാൻ എനിക്ക് പറ്റും. भूतों में जैसे मुटकट्टे होते हैं, आदमियों में भी कुछ होते हैं. മസ്തക് നാം കി ചീസ് ഉൻകെ പാസ് ഹോത്തി നഹി. അപ്പോൾ ഇത് പറഞ്ഞു വരുന്ന റിലേറ്റ് ചെയ്ത ഇദ്ദേഹം എന്താണ്, ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഈ മുട്ട്കട്ട ശിരസില്ലാത്ത പ്രേതങ്ങളെ പോലെ തന്നെ ചില മനുഷ്യരും ഉണ്ട്. അതിലേക്കാണ് ഇദ്ദേഹം ഇത് കൊണ്ടുവരുന്നത്. ഈ ഒരു പണ്ഡിറ്റ്ജിയുടെ കഥ പറയുന്നത് രണ്ട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുന്നു. ഒന്ന്, ദേവദാരുവിൻ്റെ ആ ഒരു വൃക്ഷത്തിൻ്റെ പവർ, അതിൻ്റെ ആ ഒരു ചെറിയ ശിഖരം കൊണ്ട് പ്രേതത്തിനെ വരെ ഓടിക്കാമെന്നും, രണ്ടാമത് നമ്മുടെ സമൂഹത്തിൽ മുട്ട്കട്ടെ പോലെ ചില ആൾക്കാരുണ്ട്. മസ്തക് നാം കി ചീസ് ഉൻകെ പാസ് നഹി ഹോത്തി. അവർക്ക് വാസ്തവത്തിൽ മസ്തക്, അവർക്ക് ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സാധനം അവർക്കില്ല. കാരണം എന്താണ്, മസ്തക് ഹി നഹി തോ മസ്തിഷ്ക് കഹാ. മസ്തിഷ്ക് എന്ന് പറഞ്ഞൊരു സാധനം അവർക്കില്ല. മസ്തിഷ്ക് എന്ന് വെച്ചാൽ ബ്രെയിൻ എന്ന് വെച്ചാൽ ബുദ്ധിയും അറിവും അവർക്കില്ല. കാരണം എന്താണ്, ഉൻകെ മസ്തക് ഹി നഹി ഹെ. തലയുണ്ടെങ്കിലല്ലേ, ശിരസ്സുണ്ടെങ്കിലല്ലേ ബ്രെയിൻ ഉണ്ടാവും. അപ്പോൾ ആ മുട്ട്കട്ട വെറൈറ്റി ഇല്ല പ്രേതത്തിനെ പോലെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന കുറേ മുട്ട്കട്ടകൾ ഉണ്ട്. ലതാ ഹി കട്ട് ഗയി തോ ഫൂൾ കി സംഭാവന ഹി കഹാ രഹി. നമ്മൾ വള്ളിച്ചെടിയുടെ വള്ളി തന്നെ അങ്ങ് മുറിച്ച് മാറ്റുവാണെങ്കിൽ പിന്നെ ആ വള്ളിച്ചെടിയിൽ പൂവുണ്ടാകത്തില്ലല്ലോ. അതുപോലെ ശിരസേ ഇല്ലെങ്കിൽ പിന്നെ ബ്രെയിനിൻ്റെ കാര്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. क्या इन मुटकट्टों को देवदारू की लकड़ी से पराभूत किया जा सकता है? करने का प्रयत्न ही कर रहा हूँ. पंडित जी के पास तो फचफची गायत्री था, वह कहाँ पाऊँ? ഈ മുട്ട്കട്ട സമൂഹത്തിലുള്ള ഈ അറിവില്ലെങ്കിലും അപ്പോൾ ഇത് ഈ എഴുത്തുകാരൻ എഴുതുന്നത് ചില പേഴ്സണൽ എക്സ്പീരിയൻസസ് കൊണ്ടാകാം. ഹിന്ദി സാഹിത്യ ലോകത്ത് വളരെയധികം കാണപ്പെടുന്ന ഇപ്പം ഇന്നും വലിയ ഇപ്പം ഇന്നുകൊണ്ട് വലിയ എഴുത്തും വായന അറിയില്ലെങ്കിലും ചിലർക്ക് ഒരുപാട് അവാർഡ്സ് കിട്ടുന്നു, അല്ലെങ്കിൽ ചിലർക്ക് വളരെയധികം അംഗീകാരം കിട്ടുന്നു. അപ്പോൾ ഇത് അന്നത്തെ കാലഘട്ടത്തും ഹസാരി പ്രസാദ് ദ്വിവേദിജിയുടെ കാലഘട്ടത്തും പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു പൊസിഷൻ കിട്ടുന്നു, പ്രത്യേകിച്ച് അക്കാഡമീസിൽ. ഓക്കെ, എഡ്യൂക്കേഷന് റിലേറ്റഡ് ആയിട്ടുള്ള അക്കാഡമീസിൽ വലിയ അറിവില്ല എങ്കിലും പവറിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ ഊന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു അംഗീകാരങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാം മസ്തിഷ്കില്ലാത്ത കുറേ ആൾക്കാരുടെ ഒരു ലീലാവിലാസങ്ങളായിട്ടാണ് ഹസാരി പ്രസാദ് ദ്വിവേദി ഒരു ക്രിട്ടിക്കായിരുന്നെന്ന് ഓർക്കണം. എഴുത്തുകാരനും ക്രിട്ടിക്കും ആലോചക്കും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എഴുത്തുകാർ അവരുടെ ഭാവന അനുസരിച്ച് വളരെ മനോഹരമായി കാര്യങ്ങൾ എഴുതുന്നു. പക്ഷേ ക്രിട്ടിക്ക് അതിൻ്റെ നാനാവിധങ്ങളെപ്പറ്റി വളരെയധികം അനലൈസ് ചെയ്താണ് എഴുതുന്നത്. അപ്പോൾ ഹസാരി പ്രസാദ് ദ്വിവേദി കണ്ടുവന്ന കാര്യമാണ് സമൂഹത്തിൽ ഇങ്ങനത്തെ കുറേ ഈ പണ്ഡിതനെ പോലെ. അദ്ദേഹത്തിന് ഗായത്രി മന്ത്രം അറിയാം, പക്ഷേ അത് പ്രവർത്തിക്കുന്ന അതിനെ എങ്ങനെ ഫലപ്രദമായി യൂസ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് ശാസ്ത്രം അറിയാം, പക്ഷേ ശാസ്ത്രപരമായി തർക്കിക്കുമ്പോൾ അദ്ദേഹയുടെ ബാഹുബലം ഉപയോഗിച്ചാണ് തർക്കിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സാഹിത്യ ലോകത്തും ഇതേപോലത്തെ ഒരുപാട് പണ്ഡിറ്റ്ജികൾ, ഫേക്ക് പണ്ഡിറ്റ്ജികളുണ്ട്. ഇതേപോലത്തെ ഒരുപാട് മുട്ട്കട്ടകളുണ്ട്. അതിലേക്ക് പ്രകാശം പരത്തുന്ന ഒരു എപ്പിസോഡാണ് ഈ ദേവദാരു എസ്സേൻ്റെ ഇടയ്ക്കിലൂടെ ഈ ദേവദാരു എസ്സേയുടെ ഉള്ളിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. मन की सारी भ्रांति को दूर करने वाले देवदारू, तुम्हें देख कर मन श्रद्धा से जो भर जाता है वह अकारण नहीं है. അപ്പം അദ്ദേഹം പറയാണ്, മൻ കി സാരി ഭ്രാന്തി, മനസ്സിൻ്റെ എല്ലാ തോന്നലുകളെയും ദൂരീകരിക്കുന്ന ഹേ ദേവദാരു, തുമേ ദേഖ് കർ മൻ ശ്രദ്ധാസേ ഭർ ജാത്താ ഹെ. നിന്നെ കാണുന്ന മാത്രയിൽ തന്നെ എൻ്റെ മനസ്സ് ശ്രദ്ധാസേ ഭർ ജാത്താ ഹെ. എനിക്ക് വളരെയധികം ശ്രദ്ധ, ഭയഭക്തിയാണ്. തും ഭൂത് ഭഗവാൻ ഹോ, തും വഹം മിട്ടാവൻ ഹോ, തും ഭ്രാന്തി നസാവൻ ഹോ. തും ഭൂത് ഭഗവാൻ ഹോ. തും ഭൂത് കോ വി മനുഷ്യന് അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ പ്രേതങ്ങളുടെ ലോകം. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഏതിനെപ്പറ്റി നമുക്ക് അറിവില്ലയോ നമുക്കതിനെപ്പറ്റി വളരെ ഭയമായിരിക്കും ഇല്ലേ. അപ്പോൾ ഈ പ്രേതങ്ങളെപ്പറ്റി എപ്പോഴും എല്ലാവർക്കും ഗോസ്റ്റ് സ്റ്റോറീസ് എപ്പോഴും എല്ലാവരും രാത്രി നിശബ്ദമായിട്ടിരുന്ന ഗോസ്റ്റ് സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടി വരും, കാരണം നമുക്കതിനെപ്പറ്റി അറിവില്ല. അപ്പം തും ഭൂത് ഭഗവാൻ ഹോ, തും വഹം മിട്ടാവൻ ഹോ, തും ഭ്രാന്തി നസാവൻ ഹോ. തും ഭ്രാന്തി കോസ്, മനസ്സിലെ ഭ്രാന്തി, മനസ്സിലെ തോന്നലുകളെല്ലാം നശിപ്പിക്കുന്നവനാണ്. തും വഹം മിട്ടാവൻ ഹോ, തോന്നലുകളെല്ലാം ഇല്ലാതാക്കുന്നതാണ്. തുമേ ദീർഘകാൽ സേ ജാൻതാ ഥാ,
पर पहचानता नहीं था, अब पहचान भी रहा हूँ. എനിക്ക് നിന്നെ പണ്ടേ അറിയാമായിരുന്നു. കാരണം എൻ്റെ ഗ്രാമത്തിൽ ഒരു പണ്ഡിതൻ ദേവദാരുവിൻ്റെ വടി കൊണ്ട്, അപ്പം നാച്ചുറലി അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, എല്ലാവരുടെയും കയ്യിലൊന്നും ദേവദാരുവിൻ്റെ ശിഖരം കാണില്ല. പണ്ഡിറ്റ്ജിയെ പോലെ ഒരു സ്റ്റാറ്റസ് ഉള്ളവർക്കേ അതൊക്കെ കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കതുകൊണ്ട് മേ ദീർഘകാലസെ ജാൻതാ ഥാ തുമേ, എനിക്കറിയാം ദേവദാരുവിൽ വളരെ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന് എനിക്കറിയാം. ലേക്കിൻ മേ പെഹചാൻതാ നഹീ ഥാ, अब पहचान भी रहा हूँ. तुम देवता के दुलारे हो, महादेव के प्यारे हो, तुम धन्य हो. तुम देवता के दुलारे हो, ദേവങ്ങളുടെ ഇഷ്ടവൃക്ഷമാണ്. മഹാദേവ് സാക്ഷാൽ ശിവൻ്റെ ഏറ്റവും പ്യാരേ വൃക്ഷ ഹോ, തും ധന്യ ഹോ. പിന്നീട് ഇദ്ദേഹം മഹാദേവ് അല്ലെങ്കിൽ സാക്ഷാൽ ശിവൻ എന്തുകൊണ്ട് ദേവദാരു വൃക്ഷത്തിനെ സമാധിയിരിക്കാൻ ഒരു ഇടമായിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശിവനും ദേവദാരുവുമായിട്ടുള്ള എന്താണ് ഒരു കണക്ഷൻ, അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശിവനും ദേവദാരുവുമായിട്ടുള്ള എന്താണ് ഒരു കണക്ഷൻ, അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ദേവദാരു എന്ന ഈ ഒരു എസ്സേ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ പാട്ട് ഒന്നുകൂടെ ഒന്ന് ആസ്വദിക്കാം. ഇത് ബോറടിച്ചെങ്കിൽ, എസ്സേ ബോറടിച്ചെങ്കിൽ ആ ഹിറ്റ് സോങ് ഒന്നുകൂടെ ഒന്ന് ആസ്വദിച്ച് റിലാക്സ് ചെയ്യാം. ഓക്കെ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല, നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല. മഴവില്ലിൻ അഴകായി ഒരു നാളിൽ വരവായി, ഏഴഴകുള്ളൊരു തേരിൽ എൻ്റെ ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. വിരിയും പൂങ്കിനാവുമായി ചാരേ നിന്നു തപസ്വിനി, വിരിയും പൂങ്കിനാവുമായി ചാരേ നിന്നു തപസ്വിനി. ഉലകത്തിൻ സഖിയായി വിരിമാറിൽ തുളിരായി, ഏഴ് സ്വരങ്ങൾ പാടാൻ വന്നു ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിതാന്തമാ തെളിമാനം പൂത്ത നിശീതിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, എൻ മനസ്സിൻ താഴ്വരയിൽ, എൻ മനസ്സിൻ താഴ്വരയിൽ.